പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നടപ്പാക്കിയെന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തെ റാലി സമാപിച്ചത്. 2021 നിന്നും 2025 എത്തുമ്പോൾ വലിയൊരു ശതമാനം വാഗ്ദാനങ്ങളും നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവ ഇനിയുള്ള ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കും എന്ന ഉറച്ച ബോധ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ 140 നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചിരുന്ന നവകേരള സദസ്സ് വികസന പ്രവർത്തനങ്ങളിലെ ജനകീയ മുൻകൈയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു. നവകേരള സദസ്സിനോടുള്ള ജനങ്ങളുടെ സക്രിയമായ പ്രതികരണം സംസ്ഥാനത്തിൻ്റെ ഭാവി വികസനത്തിന് ശരിയായ ദിശാബോധം പകർന്നു നൽകുന്ന വിധമായിരുന്നു. കേരള വികസനത്തെ മെച്ചപ്പെടുത്താനുതകുന്ന നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ സദസ്സിൽ നിന്ന് ഉയർന്നു വന്നു. നവകേരള സദസ്സിലെ സംവാദവേദികളിൽ ഇങ്ങനെ ഉയർന്നു വന്ന വികസന പദ്ധതികൾ നടപ്പാക്കാൻ 982 കോടി 1 ലക്ഷം രൂപ അനുവദിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിലെ സംവാദത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളാണ് വികസന പദ്ധതികളായി നടപ്പാക്കുന്നത്. പദ്ധതികളുടെ നടത്തിപ്പിനായി സംസ്ഥാന ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതിയോടെ അംഗീകരിച്ചു. നവകേരള സദസ്സിൽ വിവിധ വിഭാഗം ജനങ്ങൾ ആവശ്യപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുൻഗണനയനുസരിച്ച് അനുമതി നൽകുന്നതിനും സാങ്കേതികമോ മറ്റ് കാരണങ്ങളോ മൂലം നിലവിലെ പദ്ധതികൾക്ക് പകരം പുതിയ അധിക പദ്ധതികൾ അംഗീകരിക്കുവാനുള്ള അനുമതി നൽകുവാനും ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ അധികാരപ്പെടുത്തി. ഓരോ നിയമസഭാ മണ്ഡലത്തിലും പരമാവധി 7 കോടി രൂപ വീതമാണ് അനുവദിക്കുക. ഇതിൽ മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ അറിയിപ്പ് പിന്നീടുണ്ടാകും. കേരളം ഇന്ന് അഭൂതപൂർവമായ വളർച്ചയുടെ പാതയിലാണ്. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അക്കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിച്ചതാണ്. ഈ വളർച്ച ഉണ്ടായത് എങ്ങനെയെന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. മുഖ്യധാര വികസന സങ്കല്പങ്ങൾക്ക് ബദലായി ജനപക്ഷ വികസനത്തിൻ്റെ പുതിയ പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ചാണ് നമ്മുടെ കേരളം ലോകത്തിനു മുന്നിൽ മാതൃകയായത്. ഇതിന് ചുക്കാൻ പിടിച്ചത് വിവിധ ഘട്ടങ്ങളിലെ ഇടതുപക്ഷ സർക്കാരുകളാണ്. സാമൂഹ്യ മേഖലയിലെ കൂടുതൽ വകയിരുത്തലുകൾ അതായിരുന്നു ഇടതുപക്ഷ സർക്കാരുകളുടെ മുഖമുദ്ര. ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുവിതരണം, പൊതുമേഖല ഇത്തരം മേഖലകളിലെ കേരളത്തിലെ മുന്നേറ്റം ലോകത്തിന് തന്നെ ശ്രദ്ധയാകർഷിച്ചു. ഇടതുപക്ഷ സർക്കാരുകൾക്കിടയിൽ വന്ന ഇടതുപക്ഷ ഇതര സർക്കാരുകളുണ്ട്. ഈ ബദൽ വികസന നയങ്ങൾക്ക് പോറലേൽപ്പിക്കാനാണ് അത്തരം ഘട്ടത്തിൽ ഇടതുപക്ഷ ഇതര സർക്കാരുകൾ ശ്രമിച്ചിരുന്നത്. ഓരോ ഇടതുപക്ഷ സർക്കാരിനും അതിനു മുൻപുള്ള UDF സർക്കാരുകൾ തകർത്തുപോയ കേരളത്തെ പുനർനിർമ്മിച്ച് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്ന അധിക ബാധ്യത ഇതിനു മുൻപുള്ള കാലയളവിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഭരണത്തിലെ ആദ്യത്തെ 2-3 വർഷം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ടായിരുന്നു. എന്നാൽ തുടർഭരണം ലഭിച്ച സവിശേഷ സാഹചര്യത്തിൽ കേരള വികസനത്തെ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കാലയളവിൽ സർക്കാരിന് മുന്നിൽ മറ്റനേകം പ്രതിബന്ധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ലോകമാകെ നേരിട്ട കോവിഡ് മഹാമാരി, അതോടൊപ്പം ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ട തടസ്സങ്ങൾ. ഒരു വശത്ത് കേരളത്തിലെ പ്രതിപക്ഷം
സർക്കാരിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുക. സർക്കാരിൻ്റെ പദ്ധതികൾ എന്താണെങ്കിലും അതിനെല്ലാം എതിർക്കുക എന്ന മാനസികാവസ്ഥയിലേക്കാണ് പ്രതിപക്ഷം എത്തപ്പെട്ടത്. ജനപക്ഷ വികസന പ്രവർത്തനങ്ങളെ എതിർക്കാൻ അവിശുദ്ധ സഖ്യങ്ങളുമുണ്ടായി. കേരളത്തെ ഒറ്റപ്പെടുത്താനും പ്രതിരോധത്തിലാക്കാനും നടത്തിയ രാഷ്ട്രീയ പകപോക്കൽ മറ്റൊരു വശത്ത്. ഉപരോധ സമാനമായ സാമ്പത്തിക വിവേചനമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മുടെ നാടിന് അനുഭവിക്കേണ്ടി വന്നത്. ഫെഡറൽ മൂല്യങ്ങളെ അട്ടിമറിച്ച് സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളുമുണ്ടായി. ഈ ഘട്ടങ്ങളിലെല്ലാം കേരളം തീർന്നു എന്ന് കരുതിയ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വികസനം വഴിമുടങ്ങും, സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളം മുങ്ങിപ്പോകും, ക്ഷേമ പദ്ധതികളാകെ ഇല്ലാതാകും, ഇങ്ങനെയെല്ലാം പ്രവചിച്ചവരും ആവേശപൂർവ്വം പ്രചരിപ്പിച്ചവരും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നാട് കേരളം തളർന്നില്ല. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നേറുകയാണ് നമ്മൾ ചെയ്തത്. വികസന കാര്യത്തിൽ മാത്രമല്ല, രാജ്യത്തെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളുടെയും സംരക്ഷണത്തിനായി കേരളത്തിലെ സർക്കാർ മുന്നിൽ നിന്നിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ വ്യക്തവും ശക്തവുമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കരുത്തായത് കേരളത്തിലെ ജനങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയാണ്. ജനപക്ഷ വികസന പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ടു പോകാൻ ഊർജമാകുന്നതും ഇതേ പിന്തുണ തന്നെയാകും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഇതിൽ ഇന്നലെ എടുത്ത തീരുമാനം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ. കാട്ടുപന്നികൾ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റു വന്യജീവികളുണ്ട്. പക്ഷേ അവയൊന്നും തൊടാൻ സാധാരണഗതിയിൽ പാടില്ല എന്നാണ്. അപ്പോൾ അവയെ കൊല്ലുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടാനുള്ള നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ വനം വന്യജീവി വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. നിയമവകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം സമർപ്പിക്കാനാണ് വനം വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത്. എൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, കൃഷിക്കും ജീവനും സ്വത്തിനും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ ഉപാധികളോടെ കൊല്ലുന്നതിന് ചീഫ് ലൈഫ് വാർഡനിൽ നിന്ന് അദ്ദേഹത്തിന് നിക്ഷിപ്തമായ അധികാരം ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ, അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ, അത് ഡെലിഗേറ്റ് ചെയ്ത് മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും അടങ്ങുന്ന സർക്കാർ ഉത്തരവുകളുടെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട്. വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതും മനുഷ്യരെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കുന്നതും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇവ കൃഷിയിടങ്ങളും നശിപ്പിക്കുന്നു. വന്യജീവി ആക്രമണത്തിനിരയായി നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. മൊത്തം കണക്കെടുത്താൽ കുറവൊക്കെ കാണുമെങ്കിലും ഓരോ നഷ്ടവും വളരെ വലുതാണ് എന്നാണ് സർക്കാർ കാണുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടാകണം. സംസ്ഥാന സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഈ വിഷയത്തിലും എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ചിലരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അനാവശ്യമായ തെറ്റിദ്ധാരണ പരത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രചരണം നടത്തുന്നുണ്ട്.
ഇക്കാര്യത്തിൽ വസ്തുത പരിശോധിക്കുന്നതിന് പലരും തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്തത്? അതിന് കാരണം കേന്ദ്ര നിയമമാണ്. ആ നിയമം കൊണ്ടുവന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇന്ദിരാഗാന്ധി നയിച്ച കോൺഗ്രസ് സർക്കാർ 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 11A പ്രകാരം ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയമങ്ങൾ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ തടസ്സമായി നിൽക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമുള്ളൊരു പ്രതിഭാസമാണെന്ന് കാണണം. ഈ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധാരണഗതിയിൽ കഴിയില്ലല്ലോ. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാരാണ് തയ്യാറാകേണ്ടത്. അതുകൊണ്ടാണ് സംസ്ഥാനം പല ആവർത്തി ഈ ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടായിട്ടും അത് ചെയ്യുന്നില്ല എന്നൊരു പ്രചരണമുണ്ട്. ഇതെല്ലാം നേരത്തെ വിശദമായി പറഞ്ഞതാണ്. എങ്കിലും നമ്മൾ ഈ പ്രചരണത്തെപ്പറ്റി പറയുമ്പോൾ പറഞ്ഞു പോകണമല്ലോ. ഇപ്പോൾ കേന്ദ്ര നിയമത്തിലെ വകുപ്പ് 11(1)(a) വ്യവസ്ഥകൾ പ്രകാരം അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടുന്നതിന് മുൻപ് ഇവയെ പിടികൂടാനോ മയക്കുവെടി വെക്കുവാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ സാധ്യമല്ല എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെട്ടുവെന്ന് കാര്യകാരണ സഹിതം രേഖപ്പെടുത്തണം. മാത്രമല്ല, ഇങ്ങനെ പിടികൂടുന്ന വന്യമൃഗങ്ങളെ തടവിൽ പാർപ്പിക്കാൻ പാടില്ല. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടുള്ളൂ എന്ന് കേന്ദ്ര വന്യജീവി സംരക്ഷണത്തിൻ്റെ വകുപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് 11. CRPC 133 പ്രകാരം വന്യജീവികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ വകുപ്പ് 11 ജില്ലാ കലക്ടറെ അനുവദിക്കുന്നില്ല എന്ന് 19/2/24 ഒരു ഉത്തരവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും പുറപ്പെടുവിച്ച ജനവാസ മേഖലയിലെത്തുന്ന കടുവകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശങ്ങളും കാട്ടാനകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ഗൈഡ് ലൈൻസും തീർത്തും അപ്രായോഗികമായതാണ്. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഒരു കടുവ അല്ലെങ്കിൽ പുലി ജനവാസ കേന്ദ്രത്തിൽ വന്നിറങ്ങി. ആദ്യപടിയായി ഒരു 6 അംഗ സമിതിയെ രൂപീകരിക്കണം. ഇതാണ് കേന്ദ്ര വ്യവസ്ഥ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, NTCA പ്രതിനിധി, മൃഗഡോക്ടർ, പ്രദേശത്തെ NGO അംഗം, പഞ്ചായത്ത് അംഗം, DFO തുടങ്ങിയവർ ഈ കമ്മിറ്റിയിലുണ്ടായിരിക്കണം. ഒരു വന്യജീവി ആക്രമണോത്സുകതയിൽ നാട്ടിലിറങ്ങുമ്പോൾ കമ്മിറ്റി കൂടി അതിനെ നേരിട്ടാൻ മതി. ഇത്തരമൊരു വ്യവസ്ഥ തീർത്തും പരിഹാസ്യമല്ലേ, അപ്രായോഗികമല്ലേ? 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സ്ഥിരമായി മനുഷ്യനെ ആക്രമിച്ച് കൊല്ലുന്നത് ശീലമാക്കിയ കടുവ, എന്നാൽ അതിനെയും കൊല്ലാൻ പാടില്ല. കടുവയുടെ ശീലം നോക്കി മനുഷ്യജീവനെ രക്ഷിക്കണമെന്നത് എന്തൊരു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിന് കടുവേൻ്റെ ശീലമാണോ നോക്കേണ്ടത്? അത് ഈ കാട്ടിലെ ജീവികൾ പറയാനിടയില്ല. ഇതെല്ലാം നേരത്തെ വിശദീകരിച്ചാണ്. ഇത്തരം അപ്രായോഗിക വ്യവസ്ഥകളും മാർഗനിർദ്ദേശങ്ങളുമാണുള്ളത്. മയക്കുവെടി വെക്കുന്നതിനും നിരവധി കടമ്പകളുണ്ട്. നമുക്കതവിടെ നിർത്താം. വേറെ ചോദിച്ചോളൂ. അതുമായി ബന്ധപ്പെട്ട്
പാർട്ടിയുടെ നിലപാട് പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ED എന്ന അന്വേഷണ ഏജൻസി നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ വിശ്വാസ്യത കുറഞ്ഞൊരു ഏജൻസിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പല ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നടക്കം കടുത്ത വിമർശനത്തിനാണ് അവർ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും നിയമവിധേയമല്ലാത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അത്തരം വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുള്ളത്. ഇവിടെ പരിശോധിച്ചാലും ആ തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുക. നമ്മൾ നാടിൻ്റെ മുന്നിലുള്ള ചില പ്രതീകങ്ങളുണ്ടല്ലോ, ആ പ്രതീകങ്ങളെ പെട്ടെന്നൊരു കേസുണ്ടാക്കി അവരെ കളങ്കപ്പെടുത്താൻ കഴിയില്ല. കളങ്കപ്പെടുത്താനാകുമോ എന്ന ശ്രമമാണ് രാഷ്ട്രീയമായി ചിലർ നടത്തുക. അതിൻ്റെ കൂടെ നിൽക്കാനാണ് ED ഇപ്പോൾ തയ്യാറായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അതിലുള്ള ഞങ്ങളെ CPIMൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയും നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നവരാണല്ലോ. കളങ്കരഹിതമായ പൊതുജീവിതത്തിൻ്റെ ഉടമകളാണല്ലോ അവരൊക്കെ. അതിനൊന്നും വേറെ കാര്യങ്ങളില്ല. ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യമാണ്. ഞാനതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പാർട്ടിയെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് കോടതിയുടെ തന്നെ നേരത്തെയുള്ള ഇടപെടലുകളുണ്ടായിട്ടുണ്ട്. കടുത്ത വിമർശനമുണ്ടായിട്ടുണ്ട്. EDക്കെതിരെ തന്നെ വിമർശനമുണ്ടായിട്ടുണ്ട്. അതൊന്നും സാരമില്ല. ഇപ്പോൾ ഇവിടെ തൽക്കാലം CPM ഇരിക്കട്ടെ എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട. അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ചെറിയ വള്ളങ്ങളിൽ മത്സ്യം പിടിക്കുന്നവരും അതുപോലെ മർക്കനൈസേഷനിൽ ട്രോളിംഗ് ബോട്ടുകൾക്കൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ സാധാരണ തീരപ്രദേശത്ത് നിന്ന് മത്സ്യബന്ധനം നടത്തുന്ന 200-ലേറെ തൊഴിലാളികളുണ്ട്. അവരുടെ തൊഴിൽ നഷ്ടം വന്നു. അതുപോലെ ആ പ്രദേശത്ത് ഒരു ആശങ്കയുണ്ട്. അതുപോലെ അവിടുന്ന് ആ പ്രദേശത്ത് നിന്ന് 2000-ഓളം ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ആലപ്പുഴ 30 മാറിൽ താഴ്ന്ന കപ്പലിൽ നിന്ന് 5-6 മണിക്കൂർ കഴിയുമ്പോൾ കണ്ടെയ്നർ കൊല്ലത്ത് വന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്നു. ഇപ്പോൾ കുളച്ചിൽ വരെ എത്തി. 146 ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഈ ഫിഷ് ബാങ്കുകൾ, അതായത് ഈ വെഡ്ജ് ബാങ്ക് കൊല്ലം പരപ്പം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് താന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫിഷ് ചെയ്യാൻ വലവരിക്കാനും ഒക്കെ പ്രയാസമുണ്ടാകും. അത് കണ്ടെത്തി അവരെ ബോധ്യപ്പെടുത്തണം. ഈ കപ്പലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സർക്കാരിൻ്റെ കൈവശം ഉണ്ടായിരിക്കുമല്ലോ. കസ്റ്റംസിനും സർക്കാരിനും കിട്ടുമല്ലോ. അതുപോലെ തന്നെ കപ്പൽ കമ്പനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഈ കടല് ഇങ്ങനെ മലിനമാക്കുകയും ഇതുപോലെ ഒരു അപകടകരമായ കെമിക്കലും ഒക്കെ അവിടെ ഇരിക്കും. അത് എന്തുകൊണ്ടാണ്? ഇതിൽ ആദ്യം വേണ്ടത് ഇതിനാവശ്യമായ തെളിവുകളൊക്കെ ഉണ്ടാക്കലാണ്. അതിലാണ് ഇപ്പം സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത്. ഇപ്പം വന്നിട്ടുള്ള അപകടത്തിൻ്റെ ഭാഗമായി വരുന്ന നാശനഷ്ടങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞതോ പറയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്തുള്ള നാശനഷ്ടങ്ങൾ അതെല്ലാം വിശദമായി കണക്കാക്കുകയാണ്. അപ്പോൾ ആ വിശദമായി കണക്കാക്കിയതിന് ശേഷമാണ് മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുക. അതിലുള്ള വിശദമായ നിയമോപദേശം വാങ്ങുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ സഹായിക്കാനുള്ള ഏജൻസികളെ അടക്കം വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള നടപടികൾ ആ കാര്യത്തിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അവരെ കഴിയാവുന്നത്ര വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിന് സഹായിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ പഠനം കൃത്യമായി ഇപ്പോൾ ഇന്ന് ഷിപ്പിങ്ങിൻ്റെ ഡയറക്ടർ ജനറൽ അടക്കം വന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ കൃത്യമായി തന്നെ കുറച്ച് നാളുകൾ കൊണ്ട് ഈ റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരം ഒരു റിപ്പോർട്ട് ഇല്ലാതെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയാൽ വരാനിരിക്കുന്ന ആപത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടെയ്നർ തന്നെ കടലിൻ്റെ അടിയിലുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോകുമ്പോൾ കാര്യങ്ങൾ അബദ്ധമാകും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം, പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത്തരം സ്ഥലങ്ങളിൽ ഈ ഭയം ഇട്ടിട്ട് അത് ഒഴിവാക്കിക്കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കും.
ഇതാണ് ഉദ്ദേശിക്കുന്നത്. മത്സ്യബന്ധന നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വരുന്ന ജീവസന്ധാരണ മാർഗം തടഞ്ഞത് ഇത് എല്ലാ കാലത്തേക്കുള്ളതല്ല, താൽക്കാലികമാണ്. താൽക്കാലികമായ ഒരു ആശ്വാസ നടപടി എന്ന നിലക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ കാലത്തിനനുസരിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ അതത് ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുകയും ചെയ്യും. തീപിടുത്തം എന്ന് പറയുന്നത് അതിൻ്റേതായ ആളുകൾ തന്നെ നടത്തുമ്പോൾ ഉണ്ടായതാണല്ലോ. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അവർ ചെയ്തതിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായ ചില പ്രശ്നങ്ങളുണ്ടാകാം. അതിനകത്ത് വേഗം തന്നെ തീപിടിക്കുന്ന സാധനങ്ങളായാൽ തീപിടിക്കും അതിന്. അതാണ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക. അതേതായാലും നമ്മുടെ മറ്റാരും ചെയ്തതല്ല, അവർ ഉത്തരവാദപ്പെട്ട ഏജൻസികൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് മറ്റ് കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോയിട്ടുമില്ല. ഏത് തെരഞ്ഞെടുപ്പിലും സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിലെന്താ പ്രത്യേക പ്രശ്നം വന്നിരിക്കുന്നത്? അത് സ്വാഭാവികമല്ലേ. ദേശീയപാതയുടെ കാര്യത്തിൽ കേരളം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വലിയ അപ്രതീക്ഷിതമായ ഒരു അപകടാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അടുത്തയാഴ്ച ഈ ജൂൺ ആദ്യം ശ്രീ ഗഡ്കരിയെ കാണാൻ ഞാനും ശ്രമിക്കുന്നുമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാര്യം അവരുടെ വിദഗ്ധ പരിശോധന നടക്കുകയല്ലേ. വിശദ പരിശോധന നടത്തിയൊരു കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ലേ. ഇതോടുകൂടി നാഷണൽ ഹൈവേ ആകെ പോയി എന്നാരും ധരിച്ചിരിക്കണ്ട. ഇതൊക്കെ ഒരു നിർമ്മാണത്തിൽ വരുന്ന ചില തകരാറുകളും അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളും അത് പരിഹരിക്കാനുള്ള സാങ്കേതിക വൈഭവമൊക്കെ നമ്മുടെ രാജ്യത്തിനിപ്പോൾ ഉണ്ട്. അല്ല, നിങ്ങളിപ്പോൾ അതിൻ്റെ വൈദഗ്ധ്യം ഏറ്റെടുക്കേണ്ടതെന്ന്. അത് അവൻ്റെ അതിൻ്റെ വിദഗ്ധന്മാർ പരിശോധിക്കുന്നുണ്ട്. അത് പരിശോധിക്കട്ടെ. തീർച്ചയായും അസ്വാഭാവികമായൊരു നടപടിയാണത്. അത് സാധാരണഗതിയിൽ ഒരു RSSകാരൻ സംഘടിപ്പിക്കുന്നൊരു പരിപാടി പോലെ ആയിപ്പോയി. അതങ്ങനെ നമ്മുടെ ഗവർണർ മാറാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് സാധാരണഗതിയിൽ നമ്മുടെ വൈദ്യുതി മേഖലയിൽ വരേണ്ട സമഗ്രമായ പരിഷ്കരണമാണ്. അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ടടക്കം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ആ പദ്ധതി ഏതായാലും ഉപേക്ഷിച്ചിട്ടില്ല. അത് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കേട്ടിട്ടുള്ള വിവരം അത് വലിയ താമസം വരില്ല എന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാനാകുമെന്നാണ്. മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അടുത്ത മാസം ആദ്യം ഗഡ്കരിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ചർച്ചയിൽ കൂടെ തീരുമാനിക്കാം നമുക്ക്. അത്തരം നടപടികൾ എന്താണെന്ന് ചർച്ച ചെയ്ത് നോക്കാമല്ലോ. നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ അത്തരം കാര്യങ്ങൾ. അത്തരമൊരു നിയമോപദേശമില്ല. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ക്ലെയിമുകൾ ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിൽ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കലാണ്. അതിനാണ് പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത്. ഇപ്പോഴത്തെ മുഴുവൻ ശ്രദ്ധയും അതിനാണ് നൽകേണ്ടത് എന്നുള്ളതാണ് വിദഗ്ധ അഭിപ്രായം വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ